ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ജീവത്യാഗം ചെയ്തവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് പാർലമെന്റ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നതിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീടുകളിൽ ദേശീയ പതാക ഉയർത്തുന്ന ഹർ ഘർ തിരങ്ക പരിപാടിക്ക് തുടക്കമായി. വയനാട് ഉരുൾപൊട്ടലുണ്ടായി 11ാം ദിവസമായ ഇന്ന് സൂചിപ്പാറ ഭാഗത്ത് 4 മൃതദേഹങ്ങൾ കണ്ടെത്തി. പ്രധാനമന്ത്രി നാളെ ദുരന്ത മേഖല സന്ദർശിക്കും. സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങൾ പോലെ തന്നെ പ്രധാനമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെയും കാണേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വനമന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് ജില്ലയിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശമായ വടകര വിലങ്ങാട് സന്ദർശിച്ചു. ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ഗുസ്തിയിൽ വെങ്കല മെഡൽ പോരാട്ടത്തിനായി ഇന്ത്യയുടെ അമൻ സെഹ്റാവത്ത് ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ജീവത്യാഗം ചെയ്തവർക്ക് ഇരുസഭകളും സ്മരണാഞ്ജലി അർപ്പിച്ചു. സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജീവത്യാഗം ചെയ്ത സ്വാതന്ത്ര്യ പ്രക്ഷോഭകർക്ക് പ്രധാനമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. വീടുകളിൽ ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള ഹർ ഘർ തിരങ്ക പരിപാടിക്ക് രാജ്യത്ത് ഇന്ന് തുടക്കമായി. സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15 വരെയാണ് പരിപാടി. വീടുകളിൽ ദേശീയ പതാക ഉയർത്തി സെൽഫി എടുത്ത് ഹർ ഘർ തിരങ്ക വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യാനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെ പ്രൊഫൈൽ ചിത്രം ത്രിവർണ്ണ പതാകയാക്കി മാറ്റി. വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സന്ദർശിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ അനുകൂല നടപടി പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദുരന്ത മേഖലയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘവും ഇന്ന് സന്ദർശനം നടത്തും. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിലും ചൂരൽമലയിലും ഇന്ന് ജനകീയ തെരച്ചിൽ നടന്നു. സൂചിപ്പാറ കാന്തൻപാറ ഭാഗത്ത് നിന്ന് 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. തിരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങളുമായി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ദുരന്തത്തിൽ കാണാതായവർക്കുള്ള 11ാം ദിവസത്തെ തിരച്ചിലും തുടരുന്നു. എന്നാൽ ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ ജനകീയ തിരച്ചിലും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധു വീടുകളിലും കഴിഞ്ഞിരുന്നവരെയും കാണാതായവരുടെ ബന്ധുക്കളെയും ഉൾപ്പെടുത്തിയാണ് ജനകീയ തിരച്ചിൽ നടത്തിയത്. അവരുടെ വീടുകളിൽ നിന്നിരുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയത്. തിരച്ചിലിന് NDRF, പോലീസ്, ഒപ്പം ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകരും കടാബർ ഡോഗുകളും പങ്കെടുത്തു. പ്രധാനമന്ത്രിയുടെ നാളത്തെ സന്ദർശനം കണക്കിലെടുത്ത് തിരച്ചിൽ അല്പം മുൻപ് അവസാനിപ്പിച്ചു. ഞായറാഴ്ചയും ജനകീയ തിരച്ചിൽ നടത്തും. അതേസമയം മുണ്ടക്കൈ ഭാഗത്തുനിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും സൂചനയുണ്ട്. എന്നാൽ സൂചിപ്പാറ, കാന്തൻപാറ വെള്ളച്ചാട്ടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിൽ 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അസാധാരണ മുഴക്കം അനുഭവപ്പെട്ടതായി നാട്ടുകാർ. അമ്പലവയൽ, എടക്കൽ, മാളിക ഭാഗങ്ങളിലും മുഴക്കം അനുഭവപ്പെട്ടു. പ്രദേശത്ത് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നു. പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഉരുൾപൊട്ടൽ മേഖലയിലെ ജനങ്ങൾക്കായി ഇന്നു മുതൽ സർട്ടിഫിക്കറ്റ് ക്യാമ്പുകൾ നടത്തുന്നു. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. വയനാട് പുനരധിവാസ പദ്ധതി സുതാര്യമായി നടപ്പാക്കാൻ പ്രതിപക്ഷ MLA-മാരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തി സമിതി രൂപീകരിക്കണമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ആവശ്യപ്പെട്ടു. ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമാകുന്ന നിയമവശങ്ങൾ ലഘൂകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്നുള്ള സൈനികർ വയനാട്ടിലെ ദുരന്തബാധിത പ്രദേശങ്ങളിലെ രക്ഷാദൌത്യത്തിന് ശേഷം ഇന്ന് രാവിലെ മടങ്ങി. കൽപ്പറ്റ HIM UP സ്കൂളിലായിരുന്നു 10 ദിവസമായി സൈനികർ ക്യാമ്പ് ചെയ്തിരുന്നത്. സൈനികർക്ക് നന്ദി അറിയിക്കാൻ ഒട്ടേറെ പേർ ഇവിടെയെത്തി. ദേശീയപാത 66 വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കഴക്കൂട്ടം കടമ്പാട്ടുകോണം സെക്ഷന്റെ നിർമ്മാണ പ്രവൃത്തികൾ 34% പൂർത്തിയായതായി അടൂർ പ്രകാശ് MPയുടെ ചോദ്യത്തിന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ മറുപടി നൽകി. 1888 കോടി രൂപ ഇതുവരെ ചെലവഴിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്ന തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി OR കേളു തിരുവനന്തപുരത്ത് നിർവഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീഡിയോ സന്ദേശം ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. ഇത്തവണത്തെ അന്തർദേശീയ ദിനാഘോഷത്തിന്റെ സന്ദേശം പ്രകൃതി സംരക്ഷണത്തിലൂടെ തദ്ദേശ ജനതയെയും അവരുടെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കുക എന്നതാണ്. സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങളെപ്പോലെ തന്നെ പ്രധാനമായി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങളെയും കാണേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ സുസ്ഥിരവും സമഗ്രവുമായ വികസനം സാധ്യമാവുകയുള്ളൂ. അതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനും അതുവഴി തദ്ദേശീയ ജനതയുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാനും നമുക്ക് കഴിയും.
വനമന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് ജില്ലയിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശമായ വടകര വിലങ്ങാട് സന്ദർശിച്ചു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി മന്ത്രി ചർച്ച നടത്തി. മന്ത്രി പി പ്രസാദും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഉച്ചയ്ക്ക് ശേഷം ദുരിതബാധിത മേഖല സന്ദർശിക്കും. ഉരുൾപൊട്ടലിനെക്കുറിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്ന സംഘം അടുത്തയാഴ്ച എത്തും. തിരുവനന്തപുരം നഗരസഭയുടെ RDF മാലിന്യ സംസ്കരണ പ്ലാന്റ് മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചു. പ്ലാന്റിന്റെ ട്രയൽ റണ്ണിന്റെ ഭാഗമായാണ് സന്ദർശനം. വേർതിരിക്കാത്ത മാലിന്യം സംസ്കരിച്ച് ഇന്ധനമാക്കി മാറ്റുന്ന സംവിധാനമാണ് RDF. ഒളിമ്പിക്സിൽ ഇന്നും ഇന്ത്യയ്ക്ക് മെഡൽ പോരാട്ടം. പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കല മെഡലിനായി അമൻ സെഹ്റാവത്ത് ഇറങ്ങും. അത്ലറ്റിക്സിൽ 4x4 മീറ്റർ റിലേയിൽ ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മാറ്റുരയ്ക്കും. ഗോൾഫിലും ഇന്ന് ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 791 പോയിന്റ് ഉയർന്ന് 79,689-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 235 പോയിന്റ് നേട്ടത്തിൽ 24,351-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 51,400 രൂപയും ഗ്രാമിന് 6,425 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് നാളെ മുതൽ വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. നാളെ ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് തടസ്സമില്ല. കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ ജാഗ്രത പാലിക്കണം. കന്യാകുമാരി ജില്ലയിലെ കടൽ തീരങ്ങളിൽ ഈ മാസം 11 വരെ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഈ അധ്യയന വർഷത്തെ +1 പ്രവേശനത്തിന് സ്പോട്ട് അഡ്മിഷനോടെ ഇന്ന് സമാപനമാകും. സ്കൂളുകളിൽ ശേഷിക്കുന്ന സീറ്റുകൾ അനുസരിച്ച് ഓൺലൈനായി അപേക്ഷിച്ചവർക്കാണ് ഇന്ന് വൈകിട്ട് 4 മുൻപ് സ്കൂളുകളിലെത്തി പ്രവേശനം നേടാൻ അവസരമുള്ളത്. മലപ്പുറം ജില്ലയിൽ H1N1 റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. വണ്ടൂർ, പെരിന്തൽമണ്ണ, കുറ്റിപ്പുറം, എടപ്പാൾ, തവനൂർ, പൊന്നാനി എന്നീ മേഖലകളിലാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും മാസ്ക് ധരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും മുൻ മന്ത്രിയുമായ മനീഷ് സിസോദിയയ്ക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. EDയും CBIയും രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ജാമ്യം. പന്നിപ്പനി സ്ഥിരീകരിച്ച കണ്ണൂർ നടുവിൽ പഞ്ചായത്തിലെ സ്വകാര്യ വ്യക്തിയുടെ ഫാമിലെ 50 പന്നികൾക്ക് ദയാവധം. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് നടപടി പൂർത്തിയാക്കിയത്. 140 പന്നികളാണ് ഫാമിലുണ്ടായിരുന്നത്. ബാക്കിയുള്ളവ രോഗബാധയെ തുടർന്ന് ചത്തു. എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനായി 1ാം ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെന്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർ ഫീസ് ഈ മാസം 13 3 മണിക്കകം ഓൺലൈൻ പേയ്മെന്റായോ വെബ്സൈറ്റിൽ കൊടുത്ത ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ മുഖേനയോ ഒടുക്കണം. കൊച്ചി നെട്ടൂരിൽ +1 വിദ്യാർത്ഥിനി കായലിൽ വീണു. മാലിന്യം കളയാനായി കായലിനരികിലേക്ക് പോയപ്പോഴാണ് അപകടമുണ്ടായത്. സ്ഥലത്ത് കുട്ടിക്കായി തെരച്ചിൽ തുടരുന്നു. ശബരിമല ക്ഷേത്രനട മറ്റന്നാൾ വൈകിട്ട് 5-ന് തുറക്കും. തിങ്കളാഴ്ച നിറപുത്തരി ചടങ്ങ് നടക്കും. ഇതിനായി കൃഷിയിറക്കിയ സ്ഥലങ്ങളിൽ നാളെ കൊയ്ത്ത് നടക്കും. ഇടുക്കി, മൂന്നാറിൽ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടുകൊമ്പൻ പടയൊപ്പ. മൂന്നാർ ചെണ്ടുവരയിൽ എസ്റ്റേറ്റിലാണ് കാട്ടാന തമ്പടിച്ചിരിക്കുന്നത്. ആനയെ തുരത്താൻ ദ്രുതപ്രതികരണ സേന മേഖലയിൽ നിരീക്ഷണം തുടരുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ 2 മലയാളികൾക്ക്. വിശിഷ്ട സേവനത്തിനുള്ള വിജ്ഞാൻ ശ്രീ പുരസ്കാരത്തിന് പാലക്കാട് സ്വദേശിയും ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ഡയറക്ടറുമായ ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യൻ അർഹയായി. 45 വയസ്സിൽ താഴെയുള്ള ശാസ്ത്ര ഗവേഷകർക്കുള്ള വിജ്ഞാൻ യുവശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരത്തിന് കോട്ടയം സ്വദേശി ഡോക്ടർ റോക്സി മാത്യു കോൾ അർഹനായി. പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ നീരജ് ചോപ്രയ്ക്കും വെങ്കലം ലഭിച്ച ഹോക്കി ടീമിനും അഭിനന്ദന പ്രവാഹം. ഈ ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യ വെള്ളി മെഡലാണ് പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര സ്വന്തമാക്കിയത്. പുരുഷ ഹോക്കിയിൽ സ്പെയിനിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സംഘത്തിന്റെ വെങ്കല നേട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ജീവത്യാഗം ചെയ്തവർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് പാർലമെന്റ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടുന്നതിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീടുകളിൽ ദേശീയ പതാക ഉയർത്തുന്ന ഹർ ഘർ തിരങ്ക പരിപാടിക്ക് തുടക്കമായി. വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായി 11ാം ദിവസമായ ഇന്ന് സൂചിപ്പാറ ഭാഗത്ത് 4 മൃതദേഹങ്ങൾ കണ്ടെത്തി. പ്രധാനമന്ത്രി നാളെ ദുരന്ത മേഖല സന്ദർശിക്കും. സാമ്പത്തിക വളർച്ച ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങൾ പോലെ തന്നെ പ്രധാനമായി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളെയും കാണേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വനമന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട് ജില്ലയിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശമായ വടകര വിലങ്ങാട് സന്ദർശിച്ചു. ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ഗുസ്തിയിൽ വെങ്കല മെഡൽ പോരാട്ടത്തിനായി ഇന്ത്യയുടെ അമൻ സെഹ്റാവത്ത് ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.